KSRTC സൗജന്യ യാത്രയുടെ തുടക്കത്തിലെ കല്ലുകടി. തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്ത യുവതികൾക്ക് സൗജന്യം ലഭിച്ചില്ല. ഫീമെയിൽ എന്ന് രേഖപ്പെടുത്തിയ ടിക്കറ്റിന് പണം ഈടാക്കി. മധുരം വിതരണം ചെയ്യാനെത്തിയ ജനപ്രതിനിധികളോട് പരാതി പറഞ്ഞിട്ടും പരിഗണിച്ചില്ല എന്നും യുവതികൾ ഓഡിയോ സന്ദേശം പുറത്തു. എവിടേക്ക് യാത്ര ചെയ്യാൻ നിങ്ങളിപ്പോ? ഞങ്ങളിപ്പോ ചാലക്കുടിക്കാണ്. എവിടുന്നാ കയറിയത്? തൃശ്ശൂരിൽ നിന്ന്. അതിൽ ഇന്ദിരാ പ്രിയദർശിനി ബസ്സിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഡു വരെ കിട്ടി. അത് കഴിഞ്ഞിട്ട് ലഡു, പൂവ്, ഇവിടെ ഞങ്ങള് കുറെ ഇവിടെ മെമ്പർമാരും MLA അങ്ങനെ ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ വെറുതെ തിരിച്ചിട്ട് ഫോട്ടോ മാത്രം എടുത്തു. എന്നിട്ട് അവര് വന്നിട്ട് ടിക്കറ്റ് എടുത്തു. 0 പൈസ ടിക്കറ്റ് എടുത്തിട്ട് അത് കാണിച്ച് ഫോട്ടോ എടുത്തു. ഞങ്ങൾ പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ ടിക്കറ്റോ ഇതെന്താ പൈസ അത് ടിക്കറ്റ് ടെക്നിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് പോയി. മൈൻഡ് കൂടി വീഡിയോ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ശരി. സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഒരുപക്ഷെ ഉദ്ഘാടനത്തിൻ്റെ ആ ഒരു സമയത്തായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് കരുതേണ്ടി വരും. സാരംഗ്, തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കാം. അത് ഒരു ഉദ്ഘാടനത്തിൻ്റെ ദിനമായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചതെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ യുവതികൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്കാണ് ഒരു കൂട്ടം യുവതികൾ ഇത്തരത്തിൽ പ്രിയദർശിനി എന്ന ബസ്സിൽ, അതായത് അതിൻ്റെ സ്റ്റിക്കർ പതിപ്പിച്ച ബസ്സിൽ യാത്ര ചെയ്തത്. എന്നാൽ ഈ സ്ത്രീകളുടെ ടിക്കറ്റ് നൽകിയിട്ടും അതിലും ഈ പണം ഈടാക്കി, അല്ലെങ്കിൽ അതിൻ്റെ പണം ഈടാക്കി എന്നാണ് ഇവർ പരാതി പറയുന്നത്. അത് ഈ ഉദ്ഘാടന സമയത്ത് അവിടെ മധുരം വിൽക്കാനും മറ്റ് ആഘോഷ പ്രവർത്തനങ്ങൾക്കൊക്കെ എത്തിച്ചേർന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ അധികൃതരോടൊക്കെ ഇവർ പരാതി രൂപേണ പറഞ്ഞിട്ട് പോലും അത് നടപടി ഉണ്ടായില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ യുവതികൾ പരാതിയായിട്ട് തന്നെ ഇത് പറയുന്നുണ്ട്. തങ്ങളും ഇത്തരത്തിൽ ഈ ജോലിക്ക് പോകുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ ഈ തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പോയതാണ്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ സൗജന്യ യാത്ര എന്തായാലും അടുത്ത ദിവസം ഒരു ബസ്സിൽ കയറുമ്പോൾ ഈ സൗജന്യം കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം.